കേരള ചരിത്രത്തിലെ നിരവധി സംഭവങ്ങൾ നിർണായകമായ രാഷ്ട്രീയ വഴിത്തിരിവുകൾക്കും അട്ടിമറികൾക്കും കാരണമായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സംഭവമായിരുന്നു 80കളിൽ ഇടുക്കിയിൽ അരങ്ങേറിയത്. അധികാരത്തിലുണ്ടായിരുന്ന കരുണാകരൻ മന്ത്രിസഭയുടെ പടിയിറങ്ങലിന് വഴിയൊരുക്കിയ ആ സംഭവം കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാക്ഷാൽ കെ കരുണാകരനെ അധികാരത്തിൽ നിന്നും പിടിച്ചിറക്കിയ തങ്കമണി. ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ഇടുക്കിയിൽ ജീവിച്ചിരുന്ന ആദിവാസി മൂപ്പനായിരുന്നു തോപ്രാൻ. തോപ്രാന് മക്കൾ 5 ആയിരുന്നു. പുഷ്പ, നീലി, തങ്കമണി, കാമാക്ഷി, പ്രകാശൻ. തന്റെ ഓരോ മക്കൾക്കുമായി തോപ്രാൻ ഭൂമി വീതിച്ചു നൽകി. ആ സ്ഥലങ്ങൾ അവരുടെ പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. പുഷ്പഗിരി, നീലിവയൽ, തങ്കമണി, കാമാക്ഷി, പ്രകാശൻ എന്നിങ്ങനെ പിൽക്കാലത്ത് ഇടുക്കിയിലെ ഓരോ സ്ഥലങ്ങളായി അവ മാറി. അതെ, ഇടുക്കി ജില്ലയിലെ ചെറുതോണിയിൽ നിന്നും 13 കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്ന് 18 കിലോമീറ്ററും സഞ്ചരിച്ച് നമ്മളെത്തുന്ന പ്രശാന്ത സുന്ദര ഗ്രാമം തങ്കമണി. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി പക്ഷെ കേരളത്തിൽ അറിയപ്പെട്ടത് അതിൻ്റെ ഗ്രാമഭംഗി കൊണ്ടായിരുന്നില്ല. 80കളിൽ പോലീസ് ക്രൂരതകളുടെ ഇരയായ തങ്കമണി എന്ന ഗ്രാമം കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ തങ്കമണി സംഭവം. 1986 ഒക്ടോബർ 21 ഇടുക്കിയിലെ കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസിന്റെ റൂട്ട് സർവീസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കങ്ങളാണ് സംഭവങ്ങളുടെ തുടക്കം. 1986 കാലഘട്ടത്തിൽ തങ്കമണിയിലേക്കുള്ള യാത്ര വളരെ ശോചനീയമായിരുന്ന സമയം. പാറമടയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലായിരുന്നു. അതിനാൽ തന്നെ കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന എല്ലാ ബസ്സുകളും പാറമട എത്തുമ്പോൾ ആളുകളെ മുഴുവൻ ഇറക്കുന്നത് പതിവായിരുന്നു. നാട്ടുകാർ പാറമടയിൽ ഇറങ്ങി പിന്നീട് നടന്നായിരുന്നു തങ്കമണിയിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ ഈ ബസ്സുകാർ യാത്രക്കാരുടെ കയ്യിൽ നിന്നും തങ്കമണി വരെയുള്ള ചാർജ് ഈടാക്കുകയും ചെയ്തിരുന്നു. നാട്ടുകാർക്കിടയിൽ ഇത് വലിയ എതിർപ്പുകൾക്ക് വഴിതെളിച്ചു. പ്രത്യേകിച്ചും ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ. ഒരിക്കൽ പതിവ് പോലെ ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് ബസ് യാത്രക്കാരെ പാറമടയിൽ ഇറക്കിവിട്ടു. ബസ്സിലുണ്ടായിരുന്ന ഒരു കോളേജ് വിദ്യാർത്ഥി ഇത് ചോദ്യം ചെയ്യുകയും ബസ് തങ്കമണി വരെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതൊരു തർക്കത്തിലേക്ക് നീളുകയും ബസ് ജീവനക്കാർ ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ചെയ്തു. യാത്രക്കാരെ എല്ലാം പുറത്താക്കി എലൈറ്റ് ബസ് തിരികെ പോയി. ഈ വാർത്ത തങ്കമണി ഗ്രാമത്തിൽ മുഴുവൻ പടർന്നു. ക്ഷുഭിതരായ പ്രദേശവാസികൾ പിറ്റേ ദിവസം എലൈറ്റ് ബസ് തടഞ്ഞു. ബലം പ്രയോഗിച്ച് അവർ ബസ് തങ്കമണിയിലേക്ക് കൊണ്ടുവന്നു. വിദ്യാർത്ഥിയെ ആക്രമിച്ച ബസ് ജീവനക്കാർ മാപ്പ് പറയാതെ ബസ് തിരികെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നറിയിച്ച് നാട്ടുകാർ തങ്കമണിയിൽ സംഘടിച്ചു. സംഭവം അറിഞ്ഞ് എലൈറ്റ് ബസ് ഉടമ എലൈറ്റ് ദേവസ്യ രംഗത്തെത്തി. നാട്ടുകാരുടെ പ്രക്ഷോഭത്തിൽ ക്ഷുഭിതനായ ദേവസ്യ കട്ടപ്പനയിൽ നിന്നും പോലീസുമായി എത്തി ബലം പ്രയോഗിച്ച് ബസ് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പോലീസിന്റെ ഇടപെടൽ നാട്ടുകാരെ കൂടുതൽ രോഷാകുലരാക്കി. ഇത് പോലീസും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജനക്കൂട്ടത്തിന് നേരെ ലാത്തി വീശിയപ്പോൾ ജനങ്ങൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. തങ്കമണിയിൽ നിന്നും കാമാക്ഷിയിലേക്കുള്ള വഴിയിലൂടെ ജീപ്പിൽ രക്ഷപ്പെടുവാൻ ശ്രമിച്ച പോലീസുകാരെ നാട്ടുകാർ പിന്തുടർന്ന് കല്ലെറിഞ്ഞു. ഇത് തങ്കമണി നിവാസികൾക്കെതിരെ പോലീസിന് വൈരാഗ്യമുണ്ടാകുവാൻ കാരണമായി. പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായി തെക്കേമലയും ഫാദർ ജോസ് കോട്ടൂരും അന്ന് പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന IC തമ്പാനുമായി ചർച്ച നടത്തി പ്രശ്നം രമ്യതയിൽ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തമ്പാൻ അത് അനുസരിച്ചില്ല. പിറ്റേ ദിവസം IC തമ്പാനും പോലീസ് സംഘവും സർവ്വസന്നാഹങ്ങളുമായി തങ്കമണിയിലേക്ക് വന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ നിഷ്ഠൂരമായി വെടിവെക്കുവാൻ തമ്പാൻ ഉത്തരവിട്ടുവെന്നാണ് പറയപ്പെടുന്നത്. വെടിവെപ്പിൽ കോഴിമല അവറാച്ചൻ എന്നയാൾ
തൽക്ഷണം മരിച്ചു. ഉടുമ്പക്കൽ മാത്യു എന്നയാൾക്ക് ഇരു കാലുകളും നഷ്ടപ്പെട്ടു. നാട്ടുകാർ എല്ലാം പരിഭ്രാന്തരായി. ഫാദർ ജോസ് കോട്ടൂരിന്റെ നേതൃത്വത്തിൽ തടിച്ചുകൂടിയ ജനം രാത്രി 8:30 പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് നിരവധി വാഹനങ്ങളിൽ പോലീസ് തങ്കമണിയിലേക്ക് എത്തി. പിന്നീട് ഒരു നരനായാട്ടായിരുന്നു അവിടെ സംഭവിച്ചത്. കയ്യിൽ കിട്ടിയവരെയെല്ലാം പോലീസ് ലാത്തി കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു. ചിലരെ അറസ്റ്റ് ചെയ്ത് കട്ടപ്പനയിലേക്ക് കൊണ്ടുപോയി. പലരും തങ്ങളെ കൃഷിയിടങ്ങളിൽ ഓടി ഒളിച്ചു. പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വാതിലുകൾ ചവിട്ടി തുറന്ന് വീടുകളിൽ കയറി. വീട്ടിൽ തനിച്ചായിരുന്ന സ്ത്രീകളെ പോലീസ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് പിന്നീട് വന്ന വാർത്തകൾ. കസ്റ്റഡിയിലെടുത്ത് കട്ടപ്പനയിലേക്ക് കൊണ്ടുപോയ പുരുഷന്മാരെ അതിക്രൂരമായ 3ാം മുറ അടക്കമുള്ള മർദ്ദനങ്ങൾക്ക് ഇരയാക്കി. ഇങ്ങനെ 3ാം മുറ പരീക്ഷിക്കപ്പെട്ട പുരുഷന്മാർ വീണ്ടും മർദ്ദനമേറ്റ് മരിക്കാതിരിക്കാൻ പോലീസ് അവർക്ക് ഇടിപ്പാസ് നൽകുകയും ചെയ്തു. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു തങ്കമണി സംഭവം അരങ്ങേറുന്നത്. കരുണാകരന്റെ പോലീസ് സേന നടത്തിയ ക്രൂരതയ്ക്കെതിരെ കേരളമെങ്ങും പ്രക്ഷോഭം കത്തിപ്പടർന്നു. മന്ത്രിസഭ ഒന്നുലഞ്ഞു. തങ്കമണിയിൽ കൊടും ക്രൂരത കാണിച്ച പോലീസുകാർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് 31 പേർ ചേർന്ന് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. സാറ ജോസഫ് ഉൾപ്പെടുന്ന മാനുഷി എന്ന സ്ത്രീ വിമോചന സംഘടന തങ്കമണിയിലെത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. മാനഭംഗത്തിന്റെ രാഷ്ട്രീയമെന്ന ഒരു ലഘുലേഖ അവർ പ്രസിദ്ധീകരിച്ചു. പ്രശ്നങ്ങൾ വഷളാകുന്നു കണ്ടപ്പോൾ സർക്കാരിന്റെ മുഖം രക്ഷിക്കുവാൻ കെ കരുണാകരൻ, സർക്കിൾ ഇൻസ്പെക്ടർ IC തമ്പാൻ ഉൾപ്പെടെ 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി EMSന്റെ നേതൃത്വത്തിൽ തങ്കമണി സംഭവം ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തി ആ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി മാറി. UDF-നേറ്റ ക്ഷീണം മാറ്റാൻ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വരെ രംഗത്തെത്തിയെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയി. 78 സീറ്റുകൾ നേടി UDF-നെ പരാജയപ്പെടുത്തി ഇടതുമുന്നണി അധികാരത്തിലെത്തി. 1987 മാർച്ച് 26-ന് EK നായനാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. സർക്കാർ അധികാരമേറ്റ് ഉടൻ തന്നെ തങ്കമണി സംഭവം അന്വേഷിക്കാൻ ജസ്റ്റിസ് ശ്രീദേവി അധ്യക്ഷയായ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ചുമതലപ്പെടുത്തി. പോലീസിന്റെ നരനായാട്ടും സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമങ്ങളും സത്യമെന്ന് കമ്മീഷൻ കണ്ടെത്തി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. എന്നാൽ ഒരു രീതിയിലുള്ള നടപടികളും പിന്നീട് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കുറ്റക്കാരായവരിൽ പലരും ഉദ്യോഗ കയറ്റത്തോടെ സർവീസിൽ തിരിച്ചെത്തുകയും ചെയ്തു. തങ്കമണി വെടിവെപ്പിന്റെയും കൂട്ടബലാത്സംഗത്തിന്റെയും കാരണക്കാരിൽ പ്രധാനിയായ എലൈറ്റ് ബസ് ഉടമ എലൈറ്റ് ദേവസ്യ, അയാളുടെ ദുർവാശിയും ധാർഷ്ട്യവും കൊണ്ട് ഒരു നാട് നേരിട്ട ദുരനുഭവം. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ എലൈറ്റ് ദേവസ്യ സാമ്പത്തികമായി തകർന്നു. അങ്ങനെ അയാൾ കുമളി പൊതുമരാമത്ത് ഗസ്റ്റ് ഹൗസിൽ താൽക്കാലിക ജീവനക്കാരനായി. ആ സമയത്താണ് സൂര്യനെല്ലി പീഡന കേസിൽ ദേവസ്യ മുഖ്യ പ്രതിയാകുന്നത്. അതെ, കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. കേരള ചരിത്രത്തിൽ കളങ്കമായി മാറിയ, കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിമറിച്ച തങ്കമണി സംഭവം എന്ന നരനായാട്ടിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. We were just in conversations. Goodbye. Wow.